നമ്മൾക്കിടയിൽ നിരവധിയായിട്ട് കാണപ്പെടുന്ന കുറേ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളുണ്ട്. നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് എന്ന് പറയാം. സോ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? ഇപ്പോൾ ബിപി, യൂറിക് ആസിഡ്, ഡയബറ്റിക്, സ്കിൻ രോഗങ്ങൾ, അലർജി, ഉദരരോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ വരുത്തി വെക്കുന്ന അസുഖങ്ങളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ നമുക്ക് തടയിടാം? ഇപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിനെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്ന മെഡിസിനുകളെല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ നേരിടാം? നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് തരം ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. രാവിലെയാണ്, ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് ആവശ്യമുള്ളതാണോ അല്ലയോ, അധ്വാനത്തിനനുസരിച്ചാണോ ഞാൻ ആഹാരം കഴിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. പ്രോട്ടീൻ ആഹാരങ്ങൾ കഴിക്കുന്ന ഇതാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യകരമെന്ന് മിക്കവരും പറയാറുണ്ട്. ഇന്ന ആഹാരങ്ങളിൽ പ്രോട്ടീനുണ്ട്, അത് വളരെ നല്ലതാണ്. അപ്പോൾ കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം പ്രോട്ടീൻ ഉള്ളതാണെങ്കിൽ അത് കഴിക്കാവുന്നതാണോ? ചിലർ അധ്വാനമില്ല, എക്സസൈസ് ഇല്ല എന്ന് പറയുന്നു. എക്സസൈസ് ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ അധ്വാനം ഉണ്ടായിരുന്നു. നമ്മളുടെ ജോലിയിൽ ശരീരം നന്നായിട്ട് അധ്വാനിക്കുന്ന തരം ജോലിയാണെങ്കിൽ പിന്നെ എക്സസൈസ് മറ്റൊരു വ്യായാമത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. സോ അത് രണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥ, അതും മോശം തന്നെയാണ്. എങ്ങനെയാണെങ്കിലും അധ്വാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ചൂടുകാലമാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാം നമ്മൾ കഴിക്കുന്നത് ഒരേ തരം ആഹാരമാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത് പ്രോട്ടീനോടാണ് യോജിക്കുന്നത്. ശരീരത്തിൽ അത്രയും പ്രോട്ടീൻ്റെ ഒന്നും ആവശ്യമില്ല. മാക്സിമം നമ്മൾക്ക് ആവശ്യമുള്ള 30% ആണ്. 20 മുതൽ 30 വരെ പ്രോട്ടീനെ ശരീരത്തിന് ആവശ്യമുള്ളൂ. സോ നമ്മൾ കഴിക്കുന്ന അതിൽ ഉൾപ്പെടുത്താത്ത നമ്മൾ ഒഴിവാക്കേണ്ട ചിലതുണ്ട്. അതൊന്ന് മുൻപന്തിൽ നിൽക്കുന്നത് വൈറ്റ് ഷുഗറാണ്. പക്ഷെ നമ്മൾക്ക് ഈ പറഞ്ഞ വെളുത്ത പഞ്ചസാര വേണ്ട. അത് നിങ്ങളത് കളയൂ. അതിന് പകരം നിങ്ങൾ ശരിക്കുള്ള ശർക്കര കുറച്ച് ആവശ്യത്തിന് ഒരല്പം നിങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തത് ഓയിലാണ്, റിഫൈനറി ഓയിൽ. ഒറിജിനൽ അല്ലാത്ത ഓയിലുകൾ, ശുദ്ധീകരിച്ച ഓയിലുകൾ, അല്ലെങ്കിൽ ഈ മായം ചേർത്തിട്ടുള്ളതെല്ലാം ഉണ്ടല്ലോ. ഈ ഓയിലുകൾ ഒരിക്കലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത്. അത് എന്താണ്, നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നോക്കൂ, ശരീരത്തിൽ എതിരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കൂ. ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ടും കളയണം. കളർ ചേർത്തത്, ഫ്രൈഡ് ഐറ്റംസ്, അമിതമായിട്ടുള്ള ഉപ്പ്, അസമയത്ത് ആഹാരം, ഭക്ഷണവും വെള്ളം ഒരുമിച്ച് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് ഒരു 40 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം കഴിക്കുക. കഴിക്കാത്ത സമയങ്ങളിൽ നന്നായിട്ട് വെള്ളം കഴിക്കൂ. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദര പ്രശ്നങ്ങളിൽ നിന്നും അലർജിയിൽ നിന്നും ദഹന പ്രശ്നത്തിൽ നിന്നും എല്ലാം തന്നെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എത്ര പോഷകമാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. അതിനെ ദഹിപ്പിക്കാനുള്ള അവസ്ഥയും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വ്യായാമമോ അധ്വാനമോ ചെയ്യാൻ ശ്രമിക്കരുത്. അതിനെ അല്പമെങ്കിലും ദഹിപ്പിക്കാനുള്ള സമയം ഉണ്ടാക്കണം. ശാന്തമായിട്ട് ആഹാരം കഴിക്കണം. മിക്കവരും ഭക്ഷണം വെള്ളം ഒരുമിച്ച് കഴിക്കുന്നവരാണ്. ചിലവർ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങളത് നിർത്തിയിട്ട് ആഹാരത്തിന് മുൻപ് 40 മുൻപ് ശേഷം എന്നുള്ള രീതിയിൽ വെള്ളം കഴിച്ചിട്ട് വളരെ പതുക്കെ കുറച്ച് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എങ്ങനെയാണ് ആ രീതി തിരഞ്ഞെടുത്ത് മാത്രം ആഹാരം കഴിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പറയാം. എന്തൊക്കെ ആഹാരമാണ് നമുക്ക് കഴിക്കാൻ നല്ലത്, എന്തൊക്കെ ഉൾപ്പെടുത്താം, എന്തൊക്കെ കൂടുതലായിട്ടുള്ള ഉപേക്ഷിക്കാനുള്ളത്, ടേസ്റ്റി ആയിട്ട് എങ്ങനെ ആഹാരങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വളരെ നല്ല ഹെൽത്തിലോട്ട് പോകാൻ സാധിക്കുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വീഡിയോ കുറച്ച് കൂടിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, സി.